അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനും മെസ്സിയുമൊക്കെയാണ് കേരളത്തിലെ സജീവ ചർച്ചാ വിഷയം. മെസ്സി കേരളത്തിലേക്ക് വരുമോ? മെസ്സി കേരളത്തിലേക്ക് വരില്ലേ? മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരരുതേ, മെസ്സി കേരളത്തിൽ വരരുതേ, അർജന്റീന ടീം കേരളത്തിൽ വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അങ്ങനെ വാർത്ത പ്രചരിപ്പിക്കാൻ വ്യഗ്രത കൊള്ളുന്ന ആളുകളും ധാരാളമുണ്ട് കേരളത്തിൽ. നമ്മുടെ കായിക മന്ത്രിയും ഈ കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്ത് ഓടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. മെസ്സി കേരളത്തിലേക്ക് വരുമോ വരില്ലയോ എന്ന ചർച്ചയൊക്കെ മലപ്പുറത്ത് വളരെ തീപാറുന്ന ചൂടേറുന്ന രാഷ്ട്രീയ ചർച്ചകളിലേക്കും വഴിമാറിയിരുന്നു. അത് അബ്ദുറഹ്മാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം മെസ്സി വരുമെന്ന് പ്രഖ്യാപിച്ചു. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി അർജന്റീനൻ ടീം മുഴുവൻ, അതായത് ലോകകപ്പ് ഫുട്ബോളിന്റെ വിജയികളായ അർജന്റീന ടീം 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളം സന്ദർശിക്കുകയും ഇവിടെ 2 സൗഹൃദ മത്സരങ്ങളിൽ കളിക്കുകയും ചെയ്യും, പന്ത് തട്ടുകയും ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം. റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ ഇത് സ്പോൺസർ ചെയ്യാം, മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും ഇവിടെ കൊണ്ടുവരുന്നത് അവർ സ്പോൺസർ ചെയ്യാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഏറെ ദൂരം അവർ സഞ്ചരിക്കുകയും ചെയ്തു. ഇപ്പോൾ മെസ്സി വരില്ല എന്ന് വ്യഗ്രത പൂണ്ട് വാർത്ത കൊടുക്കുന്ന ആളുകളും സോഷ്യൽ മീഡിയയിൽ അറഞ്ചം പുറഞ്ചം ട്രോളുകൾ തയ്യാറാക്കി ഇറക്കുന്ന ആളുകളും ഈ റിപ്പോർട്ടർ ടിവിയെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുകയാണ്. റിപ്പോർട്ടർ ടിവി എന്ത് പിഴച്ചു? അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവികൾ, അവരുടെ മാനേജ്മെൻറ്റ് അവരെന്ത് പിഴച്ചു? അവർ കൃത്യമായി 130 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ AFAക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു കരാറാണ്, എഗ്രിമെൻ്റാണ്. എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഇത്ര രൂപ സ്പോൺസർഷിപ്പ് തുകയായ 130 കോടി രൂപ അർജന്റീനൻ ടീമിന് കൈമാറിയിട്ടുണ്ട്. അതിന് രേഖകളുണ്ടെന്ന് ആൻഡ്രൂ അഗസ്റ്റിൻ, അതായത് റിപ്പോർട്ടർ ടിവിയുടെ MD, അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞ ദിവസം. അപ്പോഴാണ് ഇവിടെ പറയുന്നത് മരമുറി ചാനൽ, കാട്ട് കള്ളന്മാർ. അത് ഏറ്റവും രസകരം, കഴിഞ്ഞ ദിവസം, അതായത് ഈ ഡോക്ടർ അരുണിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു വിരുദ്ധനുണ്ട്. CPMന്റെ ആസ്ഥാന വിരുദ്ധനാണ് കൊല്ലത്തുള്ള. അയാളെ റിപ്പോർട്ടർ ടിവിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു. അയാളുടെ പേര് ഞാൻ പറയുന്നില്ല. അയാൾ ഡോക്ടർ അരുൺകുമാറിനെ വളരെ പുകഴ്ത്തിക്കൊണ്ട്, ശ്ലാഘനീയമായ അവസ്ഥയിൽ പുകഴ്ത്തിക്കൊണ്ട് വലിയ വായിൽ വർത്തമാനം പറഞ്ഞ അയാളുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ലോക തട്ടിപ്പിന്റെ ഡിക്ഷണറിയായ മരം മുറി കേസിലെ പ്രതികൾ.